തിരുവോണത്തിൻ്റെ തലേ ദിവസം ഉത്രാടായതുകൊണ്ടായിരിക്കും ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. അതുപോലെ വിഷുവിനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക്കേഷൻ വേണമായിരുന്നുള്ളൂ. എനിവേസ് വിഷുവിൻ്റെ തലേന്ന് അല്ലെങ്കിൽ നമുക്ക് വിഷു പാച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ കഴിഞ്ഞ വിഷുപ്പാച്ചിൽ ഡേ ആണിത്. ഇലക്ഷൻ പ്രചരണവും ഇലക്ഷൻ്റെ ചൂട് കാരണം അച്ഛനെ ഞങ്ങൾക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അച്ഛൻ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഞങ്ങളുടെ കൂടെ. പക്ഷേ കിട്ടിയ ഒരു അവസരത്തിന് അച്ഛനെ പാക്ക് ചെയ്ത് ഞങ്ങളങ്ങ് എടുത്തു. അച്ഛൻ ഞങ്ങളെ അങ്ങ് എടുത്തുകൊണ്ട് പോവാട്ടോ. വയനാട് ലക്കിടിയിലുള്ള അൾട്രാ പാർക്കിലാണ് ആദ്യം പോയത്. പക്ഷെ പിള്ളേരുടെ സെഷൻ കുറച്ച് ഡിസപ്പോയിൻമെന്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത സെക്ഷനിലോട്ട് പോകാൻ വെച്ചു. പുറത്ത് കറങ്ങാൻ പോകുന്നത് പോലെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പ് കൂടുതലായപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് ഇതുപോലെ പാത്രങ്ങളിലാക്കി കാറിൻ്റെ ഡിക്കിയിൽ സേഫായിട്ട് വയ്ക്കും. പുറത്തുനിന്നുള്ള ഫുഡ് ഒരുപാട് കഴിച്ചാൽ മടുപ്പ് വരുന്നതുപോലെ ഹോംലി ഫുഡ് നമുക്ക് മടുപ്പ് വരുത്തുന്ന സാധനം തന്നെയാണ്. സോ ഇത് എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ ചൂസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആവാറുണ്ട്. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യാതെ വേസ്റ്റ് ഒക്കെ നമ്മൾ തന്നെ ക്യാരി ചെയ്യാറാണ് പതിവ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ചേച്ചി നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി മൈസൂർ പോയപ്പോഴാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ അമ്മേനെ കൊണ്ട് അവരുടെ എല്ലാ ഐറ്റംസും അമ്മ പാക്ക് ചെയ്തതുപോലെ കാലിൻ്റെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോകും. അങ്ങനെ കഥ പറഞ്ഞു നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയം ആണിത്. ബീ ക്രാഫ്റ്റ് എന്ന പേര്. വയനാട് വൈത്തിരിയിലാണ് ഇത് വരുന്നത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഉള്ളോട്ട് കയറുന്നത്. വൈത്തിരി സ്ഥിതി ചെയ്യുന്ന ഹണി മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതന്നെ വൈത്തിരി സ്ഥിതി ചെയ്യുന്ന ഹണി മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് നമുക്ക് കാണാം. തേനും തേനീച്ചയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസും ക്രിയേഷൻസും ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ആ ബിൽഡിങ്ങിന്റെ പെയിന്റിംഗ് അടക്കം ഈ ഒരു തേനും തേനീച്ചയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു തേനും ഒരു ടേസ്റ്റും അറിയത്തുള്ളൂ. അതേസമയത്ത് തേൻ ഞങ്ങളെന്നെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട 7 മുതൽ 8 വരെ തേനുകൾ. പല തേനുകളും പല ടേസ്റ്റായിരിക്കും, പല സ്ഥലങ്ങളിൽ കളക്ട് ചെയ്യുന്നതായിരിക്കും. ഓരോ തേനിൻ്റെയും വ്യത്യസ്തത മാറുന്നത് അത് വ്യത്യസ്തമായ ഫ്ലവർ എടുക്കുന്നതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ഈ തേനിൻ്റെ ഒറ്റൊരു ഫ്ലേവർ അല്ലേ അറിയുള്ളൂ. പക്ഷേ ഒരുപാട് ടൈപ്പ് ഫ്ലേവേഴ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് യൂസേജും ഉള്ള തേനുകൾ ഞങ്ങൾക്ക് അവിടെ പരിചയപ്പെടാൻ പറ്റിയിട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഹണിയും ഹണിബീം റിലേറ്റഡ് അല്ലാത്ത ഒരു കാര്യങ്ങളും നമുക്കവിടെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞാൽ ഒരുപാട് മ്യൂസിയങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് വളരെ റെയറായിട്ടാണ് ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലോകത്ത് എവിടെയാണെങ്കിലും തേൻ കിട്ടണമെങ്കിൽ 3 തരം തേനീച്ചകൾ ആവശ്യമാണ്. മെയിൽ, ഫീമെയിൽ, ക്വീൻ. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ തേൻ കിട്ടത്തുള്ളൂ. ഇതുപോലത്തെ അസുഖങ്ങൾ കാണാൻ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ നോർമൽ ഹണിയാണ്. 1 വർഷമായതാണ്, ഇത് 10 വർഷമായതാണ്. ഓരോ വർഷം തോറും കളർ ഇങ്ങനെ ഡാർക്കാവുകയാണ്, തേൻ ഇല്ലാതാവുന്നില്ല. ഇത് ക്രിസ്റ്റൽ ഹണി. തണുപ്പ് പ്രദേശങ്ങൾ തേൻ വരുമ്പോൾ ക്രിസ്റ്റൽ രൂപത്തിലിരിക്കുക. ഇത് വാക്സ്, തേൻ എടുക്കുന്ന മെഴുകാണ്. ഇതാണ് നമ്മൾ മോയ്സ്ചറൈസിംഗ് ക്രീം, ലിപ് ബാം, ബോഡി ലോഷൻ, ബി വാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിതിൽ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ലെമൺ ഗ്രാസ് ഓയിൽ, ലാവൻഡർ ഓയിൽ. അത് സ്മെല്ലിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. പുറത്ത് നമുക്ക് കിട്ടുന്ന വാസലിൻ എല്ലാം പെട്രോളിയത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ്, കെമിക്കൽ. ശുദ്ധമായ തേനെടുക്കുന്ന യാതൊരു കെമിക്കലും ചേർക്കുന്നില്ല. നമ്മൾ ഫോറസ്റ്റിൽ തേൻ കളക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തേനീച്ചകൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആഘാതത്തേക്കാൾ വളരെ വലുതാണ് തേനീച്ചകൾക്ക് സംഭവിക്കുന്നത്. അതായത് അവരുടെ കൊമ്പ് ഒടിഞ്ഞു പോയിട്ട് അവർ ചത്തുപോകും. സോ 2 രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ഇത്. നമ്മുടെ ശരീരത്തിൽ വയ്ക്കത്തില്ല. അപ്പോൾ തേനീച്ചക്കും സേഫ്റ്റിയാണ്, നമുക്ക് സേഫ്റ്റിയാണ്. ഇതേപോലത്തെ ഡ്രസ്സ് ഉപയോഗിച്ചാൽ ഇത് പഴയ മെത്തേഡ്. നമ്മൾ തേൻ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതിനകത്ത് പുകയിടും. പുകയിട്ടിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പുക ഒന്ന് കണ്ണിലടിക്കുമ്പോൾ തേനീച്ച ദൂരെ പോകും. തേനീച്ച ദൂരെ പോകുമ്പോൾ നമ്മൾ ഇതേപോലെ തേൻ കളക്ട് ചെയ്യും. തേൻ കളക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇടുന്നു. തേൻ കളക്ട് ചെയ്ത് ഇതിനകത്തിട്ട് ഇതിങ്ങനെ കറക്കുമ്പോൾ സെൻട്രിഫ്യൂഗൽ സിസ്റ്റം. എഞ്ചിനീയറിംഗ് പഠിച്ച ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയ സമയമായിരുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പ് ഓർമ്മ വന്നിട്ട്. അപ്പോൾ ആ ഓൾഡസ്റ്റ് മെത്തേഡ് റീസൈക്കിൾ ആണ്. പക്ഷേ ഇപ്പോൾ പുതിയ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അവർ തേൻ കളക്ട് ചെയ്യുന്നത്. ഈ ഒരു പ്ലാന്റ് വെച്ച ഏരിയ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം കൺജസ്റ്റഡ് ആണ്. സോ അത് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ബാക്കിയുള്ള പുള്ളിയുടെ പ്രസൻറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. കാരണം ആമി ആദ്യമൊക്കെ വളരെ ശ്രദ്ധിച്ച് പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പല ടൈപ്പിലുള്ള തേനുകൾ ടേസ്റ്റ് ചെയ്യുന്ന സെക്ഷനാണ്. ഇതാണ് സിദർ ഹണി എന്ന് പറയുന്നത്. ഓരോന്നും അതാത് സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ തേനിൻ്റെ ഐറ്റംസ് കൂടാതെ അവിടെ വേറെയും കുറേ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആമി ആദും ഞാനും കൂടിയിട്ട് ഏകദേശം ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ സാധനങ്ങൾ എടുക്കുന്നതിൽ. ഹണി റിലേറ്റഡ് ആയിട്ടും അല്ലാത്തതുമായിട്ടുള്ള പല സാധനങ്ങളും അവിടെ നിന്ന് മേടിച്ചിട്ടാണ് ഇറങ്ങിയത്.
വയനാട്ടിലെ ചൂടിൻ്റെ കാര്യം വയനാട് ലാൻഡ് ചെയ്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ചൂടും വെയിലൊക്കെ ഉള്ള സമയത്താണ് ഞങ്ങൾ ഉള്ളോട്ട് കയറിയത്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ സർപ്രൈസ് ആയിട്ട് ഇതേ നമുക്കൊരു മഴയും കൂടി കിട്ടിയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് മഴ കുറച്ച് പോസ്റ്റ് തന്നെങ്കിലും പിറ്റേ ദിവസത്തെ വിഷു പർച്ചേസ് ബാലൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു കേട്ടോ നേരെ ജാംജൂമിലോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.